മീഡിയ വണ്ണിന്റെ എഡിറ്ററായിട്ടുള്ള പ്രമോദ് രാമന്റെ ഇലക്ഷൻ പ്രമോ ഡയലോഗ് ഒന്ന് കേൾക്കണം. തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിച്ചത് നമ്മളാണ്. അതിന്റെ ഫലം കാണാനും ജനം ഇവിടെ തന്നെ വരും. അതിനൊരു വോട്ടും വേണ്ട, ട്രിക്കും. അജണ്ട സെറ്റ് ചെയ്തത് ഞങ്ങളാണത്രേ. അതെ, ഒരു തുറന്നു പറച്ചിലാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായിട്ട് ന്യൂനപക്ഷങ്ങളെ നിരന്തരം ഭീതിയിലാഴ്ത്തിയും ആശങ്കയിലാഴ്ത്തിയതും ഈ മൗദൂദി കടയിലിരിക്കുന്ന മതേതര ഹിന്ദുവാണ്. ഈ ഹിന്ദുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് മീഡിയ വൺ എന്ന ചാനലിന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയും മൗദൂദികളും മുസ്ലിങ്ങൾക്കിടയിൽ പച്ച വർഗീയത പ്രചരിപ്പിച്ചതും. ഷാഫിയെയും ഫാത്തിമ തഹലിയെ പോലുള്ള കൊടും വിഷങ്ങളായിട്ടുള്ള ന്യൂനപക്ഷക്കാരെ സമൂഹത്തിന്റെ മുന്നിൽ ഹീറോ ആയിട്ട് അവതരിപ്പിച്ചതും. അതിന് ഈ നാട്ടിൽ എങ്ങനെയാണോ ഒരു മാധ്യമം കേരള സ്റ്റോറി എന്ന പേരിൽ സംഘപരിവാർ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ വേണ്ടി സിനിമ എന്ന മാധ്യമം ഉപയോഗിച്ചോ, അതിന്റെ ചെറു വേർഷനാണ് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്താൻ വേണ്ടി ഞങ്ങളിരുന്ന് അജണ്ട സെറ്റ് ചെയ്തു. ദാവൂദന്മാരിരുന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത തലയ്ക്ക് പിടിച്ച് മുസ്ലിം മതവിഭാഗക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്തതും പൊല്ലാത്തതെല്ലാം കൂടി ചേർത്ത് അവരുടെ ഉള്ളിൽ ആശങ്ക വാരി വിതറുന്ന രീതിയിൽ പച്ച നുണകൾ സൃഷ്ടിച്ചു. ഞങ്ങളെന്തോ വിദഗ്ധരാണ്, ഞങ്ങളെന്തോ അറിവിന്റെ മഹാബിംബങ്ങളാണ് എന്ന് ചമഞ്ഞുകൊണ്ട് എന്തിലും ഏതിലും മതം തിരികെ കയറ്റിക്കൊണ്ട് ഇല്ലാത്ത രീതിയിലുള്ളൊരു നരേഷൻ ഉണ്ടാക്കി മുസ്ലിം മതങ്ങൾക്കിടയിൽ ഈ സർക്കാരിനെതിരെ അവർ ഒരു വികാരം ഉണ്ടാക്കി. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങളുടെ അജണ്ടയായിരുന്നു. ആ അജണ്ട പറയിപ്പിക്കാൻ അവർ ഉപയോഗപ്പെടുത്തുന്നത് ഒരു ഹിന്ദു മുഖമാണ്. അതാണ് പ്രമോദ് രാമൻ. ആ ഹിന്ദു മുഖത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിൽ എങ്ങനെ വർഗീയ കച്ചവടം ഒരു മാധ്യമ സ്ഥാപനത്തിനകത്തൂടെ നടത്താമെന്നതിനെ സംബന്ധിച്ചുള്ളതിന്റെ തെളിവ് കൂടിയാണ് പ്രമോദ് രാമന്റെ ആ വാചകം. എന്താണ് സംഘപരിവാർ ചെയ്യുന്നത്? സംഘപരിവാർ ഒരിക്കലും ഒരു മുസ്ലിമുകാരെ ജനൻ ടിവിയുടെ തലപ്പത്തിരുത്തി അതിന്റെ പിന്നിലിരുന്ന് വർഗീയത കളിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടതുണ്ട്. എന്നാൽ തിരിച്ച് ഞങ്ങൾ മതേതരരാണെന്ന് കാട്ടാൻ ഹിന്ദു ക്രിസ്ത്യൻ മുഖങ്ങളായിട്ടുള്ള 1-2 പേരെ മുന്നിൽ നിർത്തിയതിനു ശേഷം പിൻസി ഡ്രൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വർഗീയ അജണ്ടകൾ ഈ നാട് മനസ്സിലാക്കേണ്ടതാണ്. ഇവരിലൂടെ കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ഒന്നടങ്കം മീഡിയ വണ്ണിലൂടെയും ജമാഅത്ത് ഇസ്ലാമിയിലൂടെയും സുഡാപ്പികളിലൂടെയും ഞങ്ങൾ കൺസോൾഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ധ്രുവീകരിച്ച് കോൺഗ്രസിന്റെ പെട്ടിയിൽ വോട്ട് വീഴ്ത്തിച്ചു അത്രേ. ആ വർഗീയ പ്രവർത്തനം ഈ നാട്ടിൽ സംഘപരിവാറിനെ വളരാൻ വേണ്ടിയുള്ള വിത്ത് പാകിക്കൊടുത്തതിന് പിന്നിൽ ഇവരുടെ അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് വരും കാലഘട്ടത്തിൽ ഒരു പക്ഷേ അജണ്ട സെറ്റ് ചെയ്ത് UDFന് മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി മറുസൈഡിൽ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം ഭൂരിപക്ഷങ്ങൾക്കിടയിൽ സംഘപരിവാർ എങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിലും 14% ലോക്കായി നിൽക്കുന്നവർ ഇനി ഈ നാട്ടിൽ 5ാം മന്ത്രി വിവാദത്തിന് ശേഷം വീണ്ടും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ വളരാൻ പോകുന്നതിന്റെ ശരവേഗം നിങ്ങൾക്ക് കാണാം. ആ അജണ്ട സെറ്റ് ചെയ്തതിന് പിന്നിലും എല്ലാ ക്രെഡിറ്റും മീഡിയ വണ്ണിനും അതിനകത്തിരിക്കുന്ന ദാവൂദന്മാരും ഒപ്പം മതേതരൻ ചമഞ്ഞുള്ള പ്രമോദ് രാമനുമല്ലാതെ മറ്റാർക്കും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു റിയാലിറ്റി തന്നെയാണ്.